ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ PBSൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്, സെക്കൻഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഇതിൽ ആദ്യം ലേണിംഗ് എന്താണെന്ന് പഠിക്കുക. 2 മാർക്കിനൊക്കെ എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പഠിക്കില്ലേ, ലേണിംഗ് ചെയ്യില്ലേ, അതിനെയാണ് ലേണിംഗ് എന്ന് പറയുക. ഇറ്റ് മീൻസ് ദാറ്റ് ലേണിംഗ് ദാറ്റ് ഈസ് എനേബിൾ ഇലക്ട്രോണിക്കലി ആണ് നമ്മൾ ലേണിംഗ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ലേണിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മളിങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പഠിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലേണിംഗ് ആണല്ലേ. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബോ അതുപോലെ തന്നെ നെറ്റിൽ നമ്മൾ ബുക്സ് ഡൗൺലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ പഠിക്കില്ലേ നമ്മൾ. അപ്പോൾ അതൊക്കെ ലേണിംഗ് ആണ്. അപ്പോൾ ലേണിംഗ് കൊണ്ട് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത്? അത് കൺവീനിയൻസ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ ഇൻഹാൻസ്ഡ് ലേണിംഗ് ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഫ്ലെക്സിബിൾ ആണ്, ഇൻട്രാക്ഷൻസ്, മിനിമൈസ് ഫിസിക്കൽ റിസോഴ്സസ്, ഈസി ആക്സസ്, മൾട്ടിമീഡിയ ബേസ്ഡ് റിസോഴ്സുകളാണ്. ഇതിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന് ഐസൊലേഷൻ, ലെസ് എഫക്റ്റീവ്, ഹെൽത്ത് റിലേറ്റഡ് കൺസേൺസ് ഉണ്ടാവാം. അതുപോലെ ഗ്രേറ്റർ ചാൻസ് ഓഫ് മാൽ പ്രാക്ടീസസ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ഡിസിപ്ലിൻസ്, നെഗറ്റീവ് എഫക്റ്റ് വരാം, ലാക്ക് ഓഫ് ഇൻട്രാക്ഷൻ, പ്രൈവസി, ഇതെല്ലാം അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി നല്ലൊരു ലേണിങ്ങിൻ്റെ സക്സസ്ഫുൾ ആകണം, ലേണിംഗ് സക്സസ്ഫുൾ ആകണമെങ്കിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾ, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സക്സസ്ഫുൾ ലേണിംഗ്? ഒന്ന് മാച്ച് ടു കരിക്കുലം, നമ്മുടെ ആ കരിക്കുലമായിട്ട് മാച്ച് ചെയ്യണം. അതുപോലെ ഇൻക്ലൂഷൻസ്, ലേണർ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം, ഇന്നോവേറ്റീവ് അപ്രോച്ച് ആയിരിക്കണം, എഫക്റ്റീവ് ലേണിംഗ് ആയിരിക്കണം, ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ടായിരിക്കണം, സമ്മേറ്റീവ്, കോഹറൻസ്, കൺസിസ്റ്റൻസി, ഈസ് ഓഫ് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കണം, വളരെ ചിലവ് കുറവായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് കേട്ടോ. എന്താണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ? അപ്പോൾ ലേണിംഗ് പോലെ തന്നെയുള്ളൊരു ടേമാണ് ഓൺലൈൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കുക. അത് എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലാവാം. ഇവിടെ ഓൺലൈൻ എഡ്യൂക്കേഷനാണ്, വിദ്യാഭ്യാസപരമായിട്ട് വരുന്നതാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഈസ് ഡെലിവേർഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് യൂസിങ് ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താ? അത് ഫോക്കസ് ഹാസ് ഷിഫ്റ്റഡ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ്. ടീച്ചിങ്ങിൽ നിന്ന് ലേണിങ്ങിലേക്കുള്ളൊരു ഷിഫ്റ്റാണ്. അതുപോലെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്, ആക്റ്റീവാണ്, ഇൻറ്ററാക്റ്റീവ് ആണ്, ഇറ്റ് ഷുഡ് ബി കൊളാബറേറ്റീവ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയോൺമെൻറ്റ്. അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഗ്രേറ്റ്, നമ്മൾ അവിടെ തന്നെ നേരത്തെ പറഞ്ഞ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ 2 സെപ്പറേറ്റ് പഠിക്കണമെന്നില്ല. അത് ഫ്ലെക്സിബിൾ ആണ്, 24 hours ആക്സസ് ആണ്, അൺലിമിറ്റഡ് ആണ്, അപ്ഡേറ്റഡ് കണ്ടൻറ്റ്, റിഡക്ഷൻ ഓഫ് കോസ്റ്റ് ഇല്ല, അഡാപ്ഷൻ ടു ലേണിംഗ് പേസ്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഓൺലൈൻ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക് ഈസ് ലിമിറ്റഡ്. ഓൺലൈനിൽ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ ഫീഡ്ബാക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ലാക്ക് ഉണ്ടാവാം, ലിമിറ്റഡ് ടു സർട്ടൺ ഡിസിപ്ലിൻസ്, ലാക്സ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇല്ല, സ്ട്രോങ് മോട്ടിവേഷൻ ഇല്ലായ്മ, ലാക്ക് ഓഫ് അക്രഡിയേഷൻ, ഇതെല്ലാം നമുക്ക് എന്തായിട്ട് പറയാം? ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ടോപ്പിക്ക് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ് ഡിജിറ്റൽ ഏജ് ലേണർ? Digital age learner is a period in human history characterized by a shift from industrial production to information. Industrial production in ഇൻഫോർമേഷനിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഹിസ്റ്ററിനെയാണ് ഡിജിറ്റൽ ഏജ് ലേണർ എന്ന് പറയുക. ഇറ്റ്സ് എ കമ്പ്യൂട്ടറൈസേഷൻ ആണ്. ഇറ്റ്സ് ആർ ഓൾസോ കോൾഡ് നെറ്റ് ജനറേഷൻ എന്നും പറയാറുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബിസി, ഇംപാർഷ്യൽ, ഇംപേഷ്യൻ, ടെക്നിക്കൽ, സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നോളജ് റിസോഴ്സസ് ഓൺ ഇൻ്റർനെറ്റ് ഇ ബുക്സ്, അതായത് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് നോളജ് തരുന്ന റിസോഴ്സുകൾ ഏതൊക്കെയാണ്? അതായത് ഇൻ്റർനെറ്റിൽ നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ, പഠിക്കാൻ നമുക്ക് കിട്ടുന്ന റിസോഴ്സുകൾ. ഒന്ന് ഇ ബുക്ക്. ഇപ്പോൾ നമുക്കറിയാം കോമൺലി കുറേ ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇ ബുക്സ് അല്ലേ. നമുക്ക് ബുക്സുകൾ കൃത്യമായിട്ട് പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇലക്ട്രോണിക്കലി ഇൻ്റർനെറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് ഇ ബുക്ക് ഈസ് എൻ ഇലക്ട്രോണിക് വേർഷൻ ഓഫ് എ ട്രഡീഷണൽ പ്രിൻറ്റ് ബുക്ക് ദാറ്റ് ക്യാൻ ബി റീഡ് ബൈ യൂസിങ് എ പേഴ്സണൽ കമ്പ്യൂട്ടർ ഓർ ബൈ യൂസിങ് ആൻ ഇ ബുക്ക് റീഡർ. ഇ ബുക്ക് റീഡർ ഉപയോഗിച്ചോ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നമുക്ക് എന്ത് ചെയ്യാം? ബുക്ക് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ട്രഡീഷണലി നമ്മൾ കടയിൽ പോയി പ്രിൻറ്റ് ചെയ്യാറ് ബുക്ക് വാങ്ങാറില്ലേ, അതുപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ടാഞ്ചിബിലിറ്റി, ബ്രൗസബിലിറ്റി, സെർച്ചബിലിറ്റി, റെഫറൻസ് കേബിലിറ്റി, ഹൈബ്രിഡ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കോസ്റ്റ് കുറവാണ്, മൾട്ടിമീഡിയ ഫോർമാറ്റിലാണ്, അപ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും, സെർച്ചബിൾ ആണ്, കൺവീനിയൻ്റ് ആണ്, പോർട്ടബിലിറ്റി, ലെസ് സ്പേസ്, ഡിമാൻഡ് അനുസരിച്ച് പ്രിൻറ്റ് ചെയ്താൽ മതി, ഇൻട്രാക്ടിവിറ്റി, പേഴ്സണലൈസേഷൻ ഒക്കെ അതിനകത്ത് വരും. ഡിസഡ്വാൻറ്റേജ് നോട്ട് കൺവീനിയൻറ്റ് ടു റീഡ്, പൈറസി, കോസ്റ്റ്ലി, റിസ്ക്കിയാണ്, പ്രിഫർ പ്രിൻറ്റഡ് ടെക്സ്റ്റ് ബുക്കാണ് പ്രിഫർ ചെയ്യുന്നവർക്ക് അത് പറ്റില്ല, നോട്ട് കമ്പാറ്റബിൾ വിത്ത് കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത്. അടുത്ത എന്താണ് ഓഡിയോ ഇൻ ലേണിംഗ്?
എനിത്തിങ് റിലേറ്റഡ് ടു സൗണ്ട് ഇൻ ടേംസ് ഓഫ് റിസീവിങ്, ട്രാൻസ്മിറ്റിംഗ് ഓർ റീപ്രൊഡ്യൂസിങ് ഓർ ഇറ്റ് സ്പെസിഫിക് ഫ്രീക്വൻസി. അത് ലേണിംഗ് നമ്മൾ ഓഡിയോ വഴിയാണെങ്കിൽ അത് ഓഡിയോ ഇ ലേണിംഗ് നമുക്ക് പറയാം. അതെങ്ങനെ യൂസ് ചെയ്യുക? ഓഡിയോ ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്, യൂസ് ഹൈ ക്വാളിറ്റി ഓഡിയോ, ചൂസ് ഓഡിയോ വിത്ത് റൈറ്റ് ടോൺ, എൻഹാൻസ് ദ എക്സ്പീരിയൻസ്, ക്രിയേറ്റീവ് ഫണ്ണ്, യൂസ് വോയിസ് ഓവർ ആക്ടേഴ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് വരും. ഇനി വീഡിയോ ഉപയോഗിച്ചാണെങ്കിലോ അത് വീഡിയോ ഇൻ ഇ ലേണിംഗ് എന്ന് പറയാം. ഇ ലേണിംഗ് വീഡിയോസ് ഹെൽപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ടേക്ക് ദെയർ കോഴ്സ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതിൻ്റെ ബെനിഫിറ്റ്സുകൾ ഇതൊക്കെ തന്നെയാണ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് ബ്രീഫായിട്ട് ഓർത്ത് വെച്ചാൽ മതി. വീഡിയോ ഫോർമാറ്റ്, ഓൺലൈൻ ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന വീഡിയോ ഫോർമാറ്റാണ് വെബ് കോൺഫറൻസിങ്, യൂട്യൂബ്, വെബ് ക്യാംസ് എല്ലാം ഓൺലൈൻ ഇൻസ്ട്രക്ഷൻസിലെ വീഡിയോ ഫോർമാറ്റുകളാണ്. എന്താണ് ഈ കണ്ടൻറ്റ്? ഇറ്റ് റെഫേഴ്സ് ദ കണ്ടൻറ്റ് ഓർ ഇൻഫർമേഷൻ ഡെലിവേർഡ് ഓവർ നെറ്റ്വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ടൻറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇൻഫർമേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഈ കണ്ടൻറ്റ് എന്ന് പറയുക. അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ, ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്? ടെക്നിക്കലി ഫ്രണ്ട്ലി ആണ്, ഈ കണ്ടൻറ്റ് ഹാവിങ് ലേണർ ഫ്രണ്ട്ലി ആണ്, ലേണർ സെൻട്രിക് ആണ്, അതുപോലെ തന്നെ സെൽഫ് ഇൻസ്ട്രക്ഷണൽ മോഡലാണ്, ഓൾസോ ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് ഫോമുകൾ, ഈ കണ്ടൻറ്റ് ഏതൊക്കെ ഫോമുകൾ നമുക്ക് അവൈലബിൾ? ടെക്സ്റ്റായിട്ടും പിക്ചറായിട്ടും വീഡിയോസായിട്ടും സൗണ്ടായിട്ടും ആനിമേഷൻസ്, സിമുലേഷൻ, പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് നമുക്കത് അവൈലബിൾ ആണ്. അതിന് അഡ്വാൻറ്റേജ് ഹൈപ്പർ ലിങ്കിങ്, നോൺ ലീനിയർ, യൂസ് ഓഫ് മൾട്ടിമീഡിയ, ഡാറ്റ ഡെൻസിറ്റി ഒക്കെ നമുക്ക് പറയാം. ഇനി ഓൺലൈൻ ലൈബ്രറീസ്. ഇറ്റ് റെഫേഴ്സ് ടു ഓൺലൈൻ ഡാറ്റാബേസ് ഓഫ് ഡിജിറ്റൽ ഒബ്ജക്റ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇമേജസ്, ഓഡിയോ, വീഡിയോ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ അതിനകത്ത് വരും. അതിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് കണ്ടൻറ്റ്, ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റ് ആണ്, 24 hour സർവീസസ് ആണ്, മൾട്ടിപ്പിൾ ആൻഡ് സൈമിൾട്ടേനിയസ് ആക്സസ് ആണ്, ലൈബ്രറി മാനേജ്മെൻ്റ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അടുത്താണ് മൂക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റൻ ആണ് മൂക്ക്. മൂക്ക് എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ആദ്യം ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. ഇറ്റ് ഈസ് എൻ ഓൺലൈൻ കോഴ്സ് വിത്ത് ദ ഓപ്ഷൻസ് ഓഫ് ഫ്രീ ആൻഡ് ഓപ്പൺ രജിസ്ട്രേഷൻ. ഫ്രീ ആയിട്ട് ഓപ്പൺ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ് മൂക്ക് എന്ന് പറഞ്ഞാൽ. എ പബ്ലിക്കലി ഷെയർഡ് കരിക്കുലം ആൻഡ് ഓപ്പൺ എൻഡഡ് ഔട്ട്കംസ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരിക്കുലം നമുക്ക് പബ്ലിക്കലി ഷെയർഡ് ആണ്, ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഓൺലൈൻ കോഴ്സാണ് മൂക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എഡ്യൂക്കേറ്റർ ഇൻവോൾവ്മെൻറ്റ്, എൻഗേജ്മെൻറ്റ്, റീവാച്ചബിൾ ആണ്, സ്കെയിൽ, ആക്സസബിൾ ആണ്, കസ്റ്റമൈസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. കാറ്റഗറീസ് ടെക്നിക്കൽ ഷോക്കേസ് ഉണ്ട്, ഗേറ്റ് വേ ഉണ്ട്, ഷോക്കേസ്, റിസർച്ച് ഷോക്കേസ് ഒക്കെ വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് മൂക്ക് ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ബൗണ്ടറി കോഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ OBC എന്നാണ് പറയുക. പിന്നെ SPOC സ്മോൾ പ്രൈവറ്റ് ഓൺലൈൻ കോഴ്സുകളും മൂക്ക് വഴി കൊടുക്കും. MOC മാസീവ് ഓൺലൈൻ കോഴ്സ്. ലിമിറ്റേഷൻസ് ചോദിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കേഷൻ്റെ ഫോംസ്, ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി, കണക്ടിവിറ്റി, ലാംഗ്വേജസ്, ഡിജിറ്റൽ ആൻഡ് ക്രിട്ടിക്കൽ ലിറ്ററസി, കോപ്പിറൈറ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അടുത്താണ് ഇ ലേണിങ്ങിൻ്റെ മേജർ ടെക്നോളജീസ്. ഒന്ന് കമ്പ്യൂട്ടേഴ്സ്, ടാബ്ലറ്റ് ആൻഡ് മൊബൈൽ ഡിവൈസസ് വരുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറുകളും ടാബ്ലറ്റൊക്കെ ഉപയോഗിച്ച് സ്റ്റുഡൻസിനായിക്കോട്ടെ ടീച്ചേഴ്സിനൊക്കെ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാനും പഠിക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അവരെ സഹായിക്കുന്ന കുറേയധികം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറുകളും ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്. ഏതാണ്? മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിൻറ്റ്, എക്സലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ബ്ലോഗിങ്. എ ബ്ലോഗ് ഈസ് എ ഡിസ്കഷൻ ഓർ ഇൻഫർമേഷണൽ സൈറ്റ് പബ്ലിഷ്ഡ് ഓൺ ദ വേൾഡ് വൈഡ് വെബ്. www നമുക്ക് ഡിസ്കഷൻ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ബ്ലോഗിങ്. ഈ വെബ് ക്യാംസ് ഉണ്ട്. ഇറ്റ്സ് എ വീഡിയോ ക്യാമറ ദാറ്റ് ഫീഡ്സ് ഓർ സ്ട്രീംസ് ഇറ്റ്സ് ഇമേജ് ഇൻ റിയൽ ടൈം ടു ഓർ ത്രൂ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി ഇമേജസും അതുപോലെ തന്നെ വീഡിയോ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജസ് സ്ട്രീം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വൈറ്റ് ബോർഡ്. എ വൈറ്റ് ബോർഡ് ഈസ് എ നെയിം ഫോർ എനി ഗ്ലോസി യൂഷ്വലി വൈറ്റ് സർഫസ് ഫോർ നോൺ പെർമനൻറ്റ് മാർക്കിംഗ്. അതായത് ഒരു വൈറ്റ് സർഫസിലുള്ള, ഇപ്പോൾ നമുക്ക് ഡോക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സംഭവം കണ്ടിട്ടില്ലേ നിങ്ങൾ? അല്ലെങ്കിൽ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ട്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. പക്ഷേ അത് പെർമനൻ്റ് അല്ല, നമുക്കത് മാറ്റി നമുക്ക് വീണ്ടും വീണ്ടും എഴുതാനായിട്ട് പറ്റുന്ന ഒരു ഗ്ലോസി ടൈപ്പ് ആയിട്ടുള്ള വൈറ്റ് ബോർഡാണ് നമുക്ക് ഓൺലൈനിൽ ഉള്ളത്. പിന്നെ സ്ക്രീൻ കാസ്റ്റിംഗ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ക്ലാസ്സുകളും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാറുണ്ട്. സ്ക്രീൻ കാസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ റെക്കോർഡിംഗ് ആണ്. ഓൾസോ നോൺ ആസ് വീഡിയോ സ്ക്രീൻ ക്യാപ്ചർ എന്നും പറഞ്ഞു. നമ്മുടെ ഫോണുകളിലൊക്കെ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ സ്ക്രീൻ റെക്കോർഡറാണ്. അപ്പോൾ ഇത് സ്ക്രീൻ കാസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതണം? ഇ ലേണിങ്ങിൽ വരുന്ന ടെക്നോളജീസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കാനുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.